ഇവിടെ നാലാംകിട വൃത്തികേട് വർത്താനം പറഞ്ഞിട്ട് അതിലൊട്ടും ഖേദമില്ലാത്തൊരു മനുഷ്യവിരുദ്ധന് വേണ്ടി ന്യായീകരണം ഞാൻ വെറും ഫേക്ക് ആണ് നിങ്ങൾ. ഹാഷ്മി എന്ന് പറയുന്നയാൾ വെറും ഫേക്ക് ആണ് നിങ്ങൾ. പക്ഷെ അത് ന്യായീകരിക്കാൻ വേണ്ടി ജാൻമണി എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാണ് RSSന്റെ പ്രാന്ത നേതാക്കൾ അവിടെ പോയി ഇയാളെ കാത്ത് നിൽക്കേണ്ട കാര്യം എന്താണ്? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പി ശ്യാമരാജ് താങ്കളെ പോലെ തന്നെ BJPയുടെ വക്താവും BJP നേതാവുമായ എന്റെ സുഹൃത്തു കൂടിയാണ് യുവരാജ് ഗോകുൽ ഇങ്ങനെ എഴുതി, ഇന്ന് പകൽ മുഴുവൻ TJക്കൊപ്പം നിൽക്കാൻ സാധിച്ചു എന്നൊരു മഹാഭാഗ്യമായി കാണുന്നു. സൈബർ സ്റ്റേഷനിലെ ഇരുമ്പ് കസയിലിരുന്ന ആ മനുഷ്യൻ അറിവിന്റെ ഒരു വലിയ ഭണ്ഡാരം അഴിച്ചു വെച്ചു. ഒന്നാന്തരം ബൗദ്ധിക്, ലോകപ്രസിദ്ധനാ തനി രാവണൻ. എന്താണ് ബുദ്ധി? ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും അവരെ വെടിവെച്ച് ശവങ്ങൾ വാരിക്കളാണെന്ന് പറയുന്നതാണ് അയാളുടെ ബൗദ്ധിക്ക്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എന്നിട്ട് യുവരാജ് ഇങ്ങനെ പറഞ്ഞു വരുന്നു, എന്താണ് അവിടെ ഈ പറയുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ പ്രാന്ത കാര്യവാഹകം വിഭാഗ് പ്രചാരണം കോടതിയിൽ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. അതിനു മുമ്പ് പറയുന്നു എന്താണ് ഈ പറയുന്ന സംഘത്തിന്റെ പ്രധാനപ്പെട്ട കോടതിയിൽ സംഘത്തിന്റെ ജില്ലാ വിഭാഗ് പ്രാന്തീയ അധികാരികളൊക്കെ കാത്തു നിന്നിരുന്നു എന്നാ പറയുന്നത്. TG മോഹൻദാസ് നമ്മുടെ വിഷയം നേർക്കുന്ന അതിലെ കണക്ട് ചെയ്യാമെങ്കിലും TG മോഹൻദാസ് പറഞ്ഞ വൃത്തികെട്ട വർത്താനം RSS തള്ളിപ്പറഞ്ഞത് ഒരു കാപട്യമായിരുന്നു ശ്യാമരാജ്. അത് ഉത്തരം പറ. ഹാഷ്മി മറ്റേ നിങ്ങളുടെ ഈ ഡിബേറ്റിന്റെ മുമ്പ് തുടക്കത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ കഥാപ്രസംഗം പോലെ വേണമെങ്കിൽ എന്തൊരു മാധ്യമ പ്രവർത്തനമാണ് താങ്കൾ നടത്തുന്നതൊക്കെ എനിക്കാണെങ്കിൽ തുടക്കത്തിൽ ചോദിക്കാം. കാരണം ഈ വിഷയത്തിൽ നമ്മൾ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിൽ നമ്മൾ തന്നെ മിനിറ്റുകളോടെ നിന്ന് തർക്കിച്ചതുമാണ്. അതിലെന്താണ് ഞങ്ങളുടെ നടപടി എന്നും ഞങ്ങളുടെ നിലപാടുകളെന്നും എത്രയോ തവണ വിശദീകരിച്ച് കഴിഞ്ഞു തന്നെയാണ്. നിലവിലെ കേരളത്തിലെ ഭരണകക്ഷിക്കോ അതോടൊപ്പം തന്നെ CPM-നും എല്ലാം നിലവിൽ കേരളത്തിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റേണ്ടത് കൊണ്ട് പല വിഷയങ്ങൾ എടുത്തുകൊണ്ടുവരും. ആ വിഷയത്തിൽ ഇങ്ങനെ തൂങ്ങിക്കടിച്ചുകൊണ്ട് വീണ്ടും ഇത് തന്നെ ചർച്ച ചെയ്യാൻ പറഞ്ഞ വല്ലാത്ത കഷ്ടമാണ് എൻ്റെ ഹാഷ്മി. ഇതൊക്കെ എത്രയോ തവണ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എത്രയോ തവണ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഭാരവാഹി മൊത്തം വൃത്തികെട്ട വർത്താനം പറഞ്ഞ് ജാമ്യത്തിൽ സ്വീകരിക്കാൻ. അപ്പൊ പിന്നെ ആ വാക്ക് വല്ല അല്ല ആ വാക്കുകളൊന്നും അല്ല പ്രശ്നം. അല്ല ആ വാക്കുകളൊന്നും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ മരിച്ചുപോയിട്ടുള്ള മാതാവിനെ അടക്കം എത്രയോ മോശമായിട്ട് ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടും ഹാഷ്മി ചർച്ചയ്ക്ക് എടുത്തോ? ഈ നാട്ടിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുഴുവൻ ഞങ്ങൾ പരാതി കൊടുത്തു. ഹാഷ്മി ചർച്ചയ്ക്ക് എടുത്തോ? ഈ വിഷയം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ പ്രധാനമന്ത്രിയല്ലേ പറയുന്നത്? പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മേനല്ലേ പറയുന്നത്? എന്താ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാത്തത്? എന്താ ഒരു വാർത്ത പോലും കൊടുക്കാൻ വേണ്ടിട്ട് പറ്റാത്തത്? എന്താ നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ പ്രതിനിധിയോട് ചോദിക്കാൻ വേണ്ടി പറ്റാത്തത്? നമ്മൾ കുറെ ദിവസമായാലും ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ വിഷയത്തിന് എത്ര തവണ ഞങ്ങൾ ജാൻമണി എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? സംഘത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചു. ജാൻമണിയും TG മോഹൻദാസിനെയും താങ്കൾ ഒരുപോലെ കാണുകയാണ്. പേര് പോലെ നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. ജാൻമണിയും TG മോഹൻദാസിനെയും താങ്കൾ ഒരുപോലെ കാണുകയാണ്. ഒരു മരിച്ചുപോയ ഒരു സ്ത്രീക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. മരിച്ചുപോയ ഒരു സ്ത്രീക്കെതിരെയാണ് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഹാഷ്മിക്ക് പൊള്ളാത്തത്? എന്ത് പ്രഹസനമാണ് സജി. നിങ്ങളുടെ ഹാഷ്മി ഇത് ഇയാൾക്ക് മാപ്പ് എന്ന വാക്കറിയാവോ? ഇയാൾക്കൊരു കുറ്റബോധത്തിന് തരിമുണ്ടായിട്ടുണ്ടോ? ഇയാൾ പിന്നെയും ആവർത്തിച്ച് ന്യായീകരിക്കായിരുന്നില്ലേ? ഒന്നാമത് ജാൻമണിയെയും മോഹൻദാസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ശ്യാമരാജ് ഈ പറയുന്ന TG നിങ്ങളുടെ ബൗദ്ധിക സംഘത്തിന്റെ തലവനായിരുന്നു. ജാൻമണിയെ പോലെയല്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് പറഞ്ഞത് വന്ധ്യവേദകയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? ഒരു കേസും എടുത്തിട്ടില്ല. ഹാഷ്മി ഒന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, പറഞ്ഞുകൂടാ തിരിച്ചറിയുമ്പോ മനുഷ്യനെ പോലെ ജാൻമണി മാപ്പ് പറഞ്ഞില്ലേ ശ്യാമരാജ്? ഇയാള് മനുഷ്യനെ പോലെ മാപ്പ് പറഞ്ഞോ? അതിനുശേഷം എന്താ പറഞ്ഞത്? മനുഷ്യവിരുദ്ധത പറഞ്ഞിട്ട് മനുഷ്യവിരുദ്ധതയും വൃത്തികേടും തോന്നിയവാസം പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞോ? അതിനെ ന്യായീകരിക്കായിരുന്നില്ലേ? അയാളെ സ്വീകരിക്കാനല്ലേ സംഘത്തിന്റെ പ്രാന്ത കാര്യവാഹ പ്രമുഖന്മാരൊക്കെ പോയി കാത്തിരുന്ന കോടതിക്ക് മുന്നിൽ? ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതാണല്ലോ ഹാഷ്മി. എന്തെങ്കിലും കിട്ടുമ്പോൾ ഈ എല്ലിക്കഷണത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന മാതിരിയുള്ള റേറ്റിംഗിന് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾക്കാണ് അധമ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്റെ ചില ടെലിപ്രോംപ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ നോക്കി വായിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഇതിന് ഉത്തരം ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞതാണ്. ഒരു ടെലിപ്രോംപ്റ്റർ കൊണ്ടുവരാം. എത്ര തവണയാണ് എന്നാലും ശ്യാം പറ.
ഈ പറയുന്ന ഇയാളുടെ ഈ നാലാംകിട വർത്താനം തള്ളിപ്പറഞ്ഞ നിലപാട് വ്യാജമായിരുന്നില്ലേ? വ്യാജമല്ലായിരുന്നെങ്കിൽ എന്തിനാണ് സംഘത്തിന്റെ പ്രധാന നേതാക്കൾ അയാളെ പോയി കാത്തവിടെ കാത്തുകെട്ടി നിൽക്കുന്നത്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക. അങ്ങനെയെങ്കിൽ ഹാഷ്മി നിങ്ങൾ കാണിക്കുന്നതും ഇരട്ടത്താപ്പാണ്. നിങ്ങൾ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ടെലിവിഷൻ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെയും ഒരു വിഷയം തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിങ്ങളുടെ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ചർച്ച നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നുമില്ല. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ മരിച്ചു പോയിട്ടുള്ള എത്രയോ പ്രായമുള്ള സ്ത്രീയെ കുറിച്ചിട്ട് വരെ മോശമായിട്ട് പറഞ്ഞ ജാൻമണി എന്നുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, എന്തായാലും അറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ. ഒരു ശക്കല കുഴപ്പമുണ്ട്. അല്ലല്ലോ ജാൻമണി മോഹൻദാസ് ഒരുപോലാണെങ്കിലും ഒക്കെ വാദം വിട്ടു. ഈ ചർച്ചയിൽ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ശരി ഞാൻ തള്ളി പറയുന്നു. ജാൻമണി തന്നെ മാപ്പ് പറഞ്ഞേ. ജാൻമണി തന്നെ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞ തെറ്റായപ്പോ മാപ്പ് പറയുന്നു. ജാൻമണി പറഞ്ഞ് തള്ളി പറഞ്ഞു. ഇയാള് തള്ളി പറഞ്ഞോ? 5 മിനിറ്റ് ഇയാള് വൃത്തികേട് പറഞ്ഞത് ഒരു തെറ്റാണെന്ന് പറഞ്ഞോ? എന്റെ പൊന്ന് ചേട്ടായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കുന്നു. ഹാഷ്മി തള്ളിപ്പറയേ. ഹാഷ്മിയുടെ ആദ്യത്തെ വാചകം എന്താ? നിങ്ങളുടെ ഈ ചർച്ചയിലെ ഇൻട്രോ എന്താണ്? അതിനോട് നിങ്ങൾ മാന്യത പുലർത്തുന്നുണ്ടെങ്കിൽ, അതിനോട് നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ തള്ളിപ്പറയേ. ജാൻമണിയെ പറയുന്നു. ജാൻമണി കേരളത്തിന്റെ ആരാണ്? ജാൻമണി BJPക്ക് ആരാണ്? ജാൻമണി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ആരാണ്? ജാൻമണി ആരാണ്? മോഹൻദാസ് BJPയുടെ ഈ പറഞ്ഞ ഇന്റലിജൻസ് സെല്ലിന്റെ ബൗദ്ധിക സെല്ലിന്റെ തലവനാണ്. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞതാരാന്നല്ല, പറഞ്ഞതാരാണെന്ന് പ്രധാനമാണ്. ഞാൻ പറയുന്നു പറഞ്ഞതാരാണെന്ന് പ്രധാനമാണ്. കേരളത്തിൽ എന്നല്ലേ ഒരു സ്ത്രീയെ പറയട്ടെ, ഒരു സ്ത്രീയെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഹാഷ്മി തള്ളിപ്പറയും. തർക്കം പ്രധാനമന്ത്രിയുടെ അമ്മയല്ല. ഒരു സ്ത്രീയെയും തള്ളി പറയാൻ പാടില്ല. ഒരു സ്ത്രീയോട് വൃത്തിയോട് പറയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഹാഷ്മി തള്ളി പറയുന്നേ. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ആർക്കാ തർക്കം? അല്ല ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഇവിടെ ശ്യാംരാജ് വന്നിരുന്ന ഒരു നാലാംകിട വൃത്തികേട് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ മടിയില്ലാത്ത ഒരുത്തിനോട് ന്യായീകരിക്കുക. ഇവിടെ നാലാംകിട വൃത്തികേട് വർത്താനം പറഞ്ഞിട്ട് അതിലൊട്ടും ഖേദമില്ലാത്ത ഒരു മനുഷ്യവിരുദ്ധനോട് ന്യായീകരണം ഞാനയാ. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ശ്യാംരാജ് കഷ്ടമാണേ. ശ്യാംരാജൊക്കെ ബോധവും വിവരമുള്ള മനുഷ്യരല്ലേ? അങ്ങനെ ചെയ്യാവോ? വെറും ഫേക്കാണ് നിങ്ങൾ. ഹാഷ്മി എന്ന് പറയുന്നയാൾ വെറും ഫേക്കാണ്. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങളുടെ തുടക്കത്തിലെ കാര്യം പറയുമ്പോ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. മാന്യതയോ സത്യസന്ധതയോ കാണിക്കുന്നുണ്ടെങ്കിൽ തള്ളിപ്പറയേ. താങ്കൾ TG മോഹൻദാസിനെ അവിടുത്തെ ശ്യാംരാജ് ഈ താങ്കളുടെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചത് കാരണം എന്താണെന്നറിയോ? TG മോഹൻദാസിന്റെ വൃത്തികെട്ട വർത്താനം തള്ളിപ്പറയുന്ന RSSന്റെ നേതാക്കൾ TG മോഹൻദാസിനെ കാണാൻ വേണ്ടി പോയി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതോ ജാൻമണിയെ ചാരി ഈ TGയെ താങ്കൾ ന്യായീകരിക്കുക. നിർത്തി അവമാനിക്കുവാണെന്ന്. അല്ലല്ല, ഏതോ ജാൻമണിയെ ചാരി TGയെ താങ്കൾ ന്യായീകരിക്കുക. ഏതോ ജാൻമണിയെ ചാരി അയ്യോ ദാരിദ്ര്യം. ജാൻമണിയല്ല, TG മോഹൻദാസ് അല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയാണെങ്കിലും മറ്റൊരു സ്ത്രീയെ മോശം പറയാൻ പാടില്ല. അതങ്ങനെ തന്നെയല്ലേ ശ്യാംരാജ്? ആരാണെങ്കിലും ഏത് പൊന്നുതമ്പുരാനാണെങ്കിലും സ്ത്രീ അധിക്ഷേപം നല്ലതല്ല. എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് അത് തന്നെയാ. പക്ഷെ അത് ന്യായീകരിക്കാൻ വേണ്ടി ജാൻമണി എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാണ്? RSSന്റെ പ്രാന്ത നേതാക്കൾ അവിടെ പോയി ഇയാളെ കാത്തു നിൽക്കേണ്ട കാര്യം എന്താണ്? ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നത്. അപ്പൊ പുറത്ത് തള്ളി പറയുകയും ഉള്ളിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യാണ്. അതിനാണ് കാപട്യം എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഇരട്ടത്താപ്പ്. ആ വാക്ക് തന്നെ എനിക്ക് കിട്ടിയില്ല. വാക്ക് എക്സാക്ട്ലി ആ ഇരട്ടത്താപ്പ് ആ വാക്ക് തന്നെയാണ്. അതായത് പറഞ്ഞതിനെ തള്ളി പറയുകയാണ്, എന്നിട്ട് ആ പറഞ്ഞ വൃത്തികേട് പറഞ്ഞ ആളെ കാത്തിരിക്കാൻ വേണ്ടി അവിടെ പോയി ക്യൂ നിൽക്കുകയാണ്. അതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, സത്യസന്ധതയില്ലാത്ത നിലപാടെന്ന് പറയുന്നത്. കറക്റ്റാണ് താങ്കൾ പറഞ്ഞത്. ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. ശരി.